കർഷക പ്രതിഷേധങ്ങൾ ഫലം കണ്ടു. കോട്ടയം ജില്ലയിൽ നെല്ല് സംഭരണത്തിന് നടപടിയായി. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. നിലവിലെ കരാർ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും സംഭരണം. കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ് ആഴ്ചകളായി നെല്ല് സംഭരിക്കാത്തതിനെ തുടർന്ന് കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് സർക്കാർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ടത്. കോട്ടയം കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ നെല്ല് സംഭരണം പുനരാരംഭിക്കാൻ തീരുമാനമായി. നിലവിലെ കരാർ വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കും സംഭരണം. വലിയ വാഹനം എത്തുന്നിടത്ത് നെല്ലെത്തിച്ചു നൽകണമെന്ന മില്ലുടമകളുടെ ആവശ്യം കർഷകർ അംഗീകരിച്ചു. കൊയ്ത്ത് നടക്കാനുള്ള പാടശേഖരങ്ങളിലെ കൊയ്ത തീയതി പാടശേഖര സമിതി അറിയിക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം മില്ലേതെന്ന് നിശ്ചയിച്ചു നൽകും. അടുത്ത ദിവസം തന്നെ പാടശേഖര സമിതി ഭാരവാഹികളും മില്ലുടമകളും തമ്മിൽ ഗുണനിലവാരം സംബന്ധിച്ച ധാരണയിലെത്തണം. ഒരു പാടശേഖരത്തിലെ നെല്ലെടുപ്പിന് മില്ലിനെ നിയോഗിച്ചാൽ കാലതാമസം വരുത്താതെ തന്നെ നെല്ലെടുത്ത് തുടങ്ങണമെന്നും ജില്ലാ കളക്ടർ മില്ലുടമകൾക്ക് നിർദ്ദേശം നൽകി. കാലാവസ്ഥാ പ്രശ്നങ്ങൾ മൂലം നെല്ല് കേടാകുന്ന സാഹചര്യമുണ്ടാകുന്ന പക്ഷം ഇരുകൂട്ടരും തമ്മിൽ ചർച്ച ചെയ്ത് രമ്യമായ പരിഹാരമുണ്ടാക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അശ്വതി ശ്രീനിവാസൻ, കൃഷിവകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ, കൃഷി പാഡി ഉദ്യോഗസ്ഥർ, മില്ലുടമ അസോസിയേഷൻ ഭാരവാഹികൾ, രാഷ്ട്രീയ സംഘടനകളുടെയും കർഷക സംഘടനകളുടെയും പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം.